പ്രത്യേകിച്ച് കൊറോണ രോഗികളിലാണ് കമ്പനി ഈ ഉൽപ്പന്നം പരീക്ഷിക്കാനായിട്ട് തയ്യാറായത് കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവാദത്തോടുകൂടി. അത്ഭുതം എന്ന് പറയട്ടെ, ആ കാലഘട്ടത്തിൽ കൊറോണ രോഗികളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരുന്നത് ഓക്സിജൻ സിലിണ്ടർ കിട്ടിയ മെമ്പേഴ്സ് മാത്രമാണ്. കാരണം ശ്വാസകോശത്തിനാണ് ഈ വൈറസ് അറ്റാക്ക് ചെയ്യുന്നത്. ശ്വാസകോശം ചുരുങ്ങിപ്പോവും. ശരീരത്തിലെ 37.4 ലക്ഷം കോടി കോശങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോഴാണ് ആളുകൾ മരണത്തിന് കീഴടങ്ങിയിരുന്നത്. അപ്പൊ ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുമായിരുന്നുള്ളൂ. വേറെ മരുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായമില്ലാതെ ഈ മാഗ്നറ്റിക് മാട്രസിൽ കിടന്നുറങ്ങിയ മെമ്പേഴ്സ്, റിസ്റ്റ് ബാൻഡ് കയ്യിൽ കിട്ടിയ മെമ്പേഴ്സ്, മാഗ്നറ്റിക് വാട്ടർ കുടിച്ച മെമ്പേഴ്സിന് ഓക്സിജൻ കൂടുതൽ ആഗിരണം ചെയ്യാനും ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കാനും ഗാഠമായ ഉറക്കം കിട്ടാനും പ്രതിരോധ സംവിധാനം ഉണർത്താനും കുറഞ്ഞ ദിവസം കൊണ്ട് കൊറോണയെ അതിജീവിച്ചുകൊണ്ട് അവർക്ക് ആരോഗ്യത്തോടെ വീടുകളിലേക്ക് പോകാൻ സാധിച്ചു. അതുകൊണ്ട് ലോക രാജ്യങ്ങൾ എടുത്തു നോക്കിയാൽ കൊറോണ യോദ്ധ അവാർഡ് ലോകത്തിൽ ആദ്യമായിട്ട് ഒരു ഉൽപ്പന്നത്തിന് കിട്ടിയത് നമ്മളുടെ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾക്കാണ്. കേന്ദ്ര ഗവൺമെന്റ് കൊറോണ യോദ്ധ അവാർഡ് കൊടുത്തുകൊണ്ട് ഈ ഉൽപ്പന്നത്തിനെ ആദരിച്ചു.